ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 20 ശ്ലോകം 8. ഋഷഭ ചക്രവർത്തി ഇന്ദ്രൻ്റെ മകളായ ജയന്തിയെ വിവാഹം ചെയ്തു. 100 മക്കളുണ്ടായി. മൂത്ത ആൾ ഭരതനാണ്. ഭരതൻ അജനാഭത്തിൻ്റെ ചക്രവർത്തിയായി. മറ്റുള്ള കുട്ടികളൊക്കെ എന്താ ചെയ്തതെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ. ഇനി ഋഷഭ ചക്രവർത്തിയുടെ ബാക്കിയുള്ള ഭാവി ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ്. അദ്ദേഹം രാജ്യഭാരത്തിൽ നിന്നൊക്കെ മുക്തനായല്ലോ. ഇനി തൻ്റെ ചുമതല എല്ലാവർക്കും ആത്മജ്ഞാനം നൽകുക എന്നതാണ് എന്ന് തീരുമാനിച്ച ആ ഋഷഭ യോഗീശ്വരനായി, യോഗസിദ്ധി കൊണ്ട് ഭഗവാനെ നന്നായി അറിഞ്ഞ ആ ഋഷഭൻ എല്ലായിടത്തും സത്സംഗങ്ങൾ നടത്താൻ തുടങ്ങി. അവിടെയൊക്കെ മഹർഷിമാരും സജ്ജനങ്ങളും സ്വന്തം പുത്രന്മാർ തന്നെ 100 പേരുണ്ടല്ലോ. അങ്ങനെ നല്ല ഒരു സദസ്സിൽ അദ്ദേഹം ഇങ്ങനെ സത്യം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും ഭഗവാനിലേക്ക് തിരിയട്ടെ, താൻ കണ്ട സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ, അതനുസരിച്ച് ജീവിച്ച് മോക്ഷം പ്രാപിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. പ്രധാനമായിട്ട് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, വിരക്തി, ഭക്തി ഇവയോട് ചേർന്നാലേ മുക്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഭക്തി നിങ്ങൾ ആദ്യം നേടണം. വിരക്തിയും പിന്നീട് സാവധാനം ഗാർഹസ്ഥ്യമൊക്കെ കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തിൽ തന്നെ ആ വിരക്തഭാവത്തോടു കൂടി വേണം ജീവിക്കാൻ. ഈ സുദുർലഭമാണ് മനുഷ്യജീവിതം. ആ മനുഷ്യദേഹം തുച്ഛമായിട്ടുള്ള നിസാരമായിട്ടുള്ള ഈ കാമക്രോധ ലോഭമോഹാദികൾക്കോ ഭോഗങ്ങൾക്കോ ഒന്നും ഉള്ളതല്ല. ഭഗവാനോടടുക്കാനുള്ള ഒരു വാഹനമാണ് ഈ ശരീരം. അതിനുള്ള ഏറ്റവും വലിയ വഴി സജ്ജനങ്ങളുമായിട്ട് സംഗമിക്കുക, ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക എന്ന് തന്നെയാണ്. ഈ വിലയേറിയ അവസരം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ തോന്നിയ പോലെ ജീവിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ പിന്നീട് വരുന്ന ജന്മജന്മാന്തരങ്ങളോളം ഉള്ള ക്ലേശങ്ങൾക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് എന്തു വേണം? ആസക്തിയെ അല്ലെങ്കിൽ മായയെ ജയിക്കണം. അതിന് ഭഗവത് ഭക്തിയാണ് ഏറ്റവും എളുപ്പവും ശ്രേഷ്ഠവും ആയിട്ടുള്ള മാർഗം. അത് ഭഗവാനോടുള്ള ഭക്തി ശ്രവണകീർത്തനങ്ങൾ കൊണ്ട് വർദ്ധിക്കുന്നതാണ്. സർവകർമ്മവും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യാം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈശ്വരനോട് അഭിമുഖമായി തീരുവാൻ സഹായിക്കാത്ത ഒരാൾ ഗുരുവല്ല. പിതാവ് കുട്ടികളെ അങ്ങനെ ആ മാർഗത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കാത്ത പിതാവല്ല. അവർക്ക് നല്ല ബുദ്ധി ഉപദേശിക്കാത്ത മാതാവല്ല. ഭോഗത്തിന് മാത്രം നിർബന്ധിക്കുന്ന ആളാണെങ്കിൽ ആ ആൾ യഥാർത്ഥ ഭർത്താവും അല്ല. അങ്ങനെ സജ്ജനങ്ങളെ ആരാധിക്കുക, ആത്മസമർപ്പണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ലോകം മുഴുവനും സഞ്ചരിച്ചു. അതിനുശേഷം അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പോലും നിർത്തിയിട്ട് അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ, പിശാച വേഷത്തോടുകൂടി, മൂകൻ എന്ന പോലെ, കണ്ണ് കാണാത്തവനെ പോലെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് പോയി. ആരും അപ്പം അദ്ദേഹത്തിന് അടുത്തേക്ക് പോവാതായി. അതൊക്കെയാണ് ഈ ശ്ലോകത്തിലെ 8ാമത്തെ ശ്ലോകം. ഉക്ത്വാ സുദേഭ്യോ അധ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്ത്യന്വിതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തിം അധ ജഡോന്മത്തപിശാചര്യാം. അധ അനന്തരം, ഈ മക്കൾക്ക് രാജാവകാശമൊക്കെ കൊടുത്തതിന് ശേഷം, ത്വം ഭഗവാനെ, അവിടുന്ന് തന്നെയായ ഋഷഭയോഗീശ്വരൻ എന്തു ചെയ്തു? മുനീന്ദ്രമധ്യേ സുദേഭ്യ വിരക്തി ഭക്തി അന്വിത മുക്തിമാർഗം മുക്ത്വ. മുനിമാരും എല്ലാ ശ്രേഷ്ഠജനങ്ങളും സുദേഭ്യ സ്വന്തം മക്കളും എല്ലാവരും ചേർന്ന സദസ്സുകളിൽ എങ്ങനെ വിരക്തിയും ഭക്തിയും കൂടി യോജിച്ച് മുക്തിയിലേക്ക് നയിക്കുന്നു എന്നുള്ള ആ വിശേഷപ്പെട്ട ഉപദേശം കൊടുത്തു. സുദേഭ്യ മുനീന്ദ്രേഭ്യ വിരക്തി ഭക്തി അന്വിത മുക്തിമാർഗം ഉക്ത്വ ഉപദേശിച്ചു. അതിനുശേഷം സ്വയം പരമഹംസ്യവൃത്തിം ഗത
പരമഹംസന്മാരുടെ മാർഗത്തിൽ കൂടി ഇദ്ദേഹം ചരിക്കാൻ തുടങ്ങി. അതായത് അവധൂതൻ്റെ പോലെ. ഹംസത്തിൻ്റെ സ്വഭാവം എന്താ? അതിൻ്റെ ചുണ്ടിൻ്റെ തൊലിക്ക് എന്തോ പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിന് പാലും വെള്ളവും കൂട്ടി കൊടുത്താൽ പാല് മാത്രം സ്വീകരിക്കാൻ കഴിയുമത്രേ, അതൊന്ന് എടുക്കാൻ. അപ്പോൾ അതുപോലെ എല്ലാ സ്ഥലത്തു നിന്നും എല്ലാത്തിൽ നിന്നും നല്ലത് മാത്രം എടുക്കുക. അതാണ് പരമഹംസന്മാർ. ഭഗവാനിലേക്ക് നയിക്കുന്നതാണ് നല്ലത്. ആ വസ്തുക്കൾ, അതിന് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ആചരിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ നടന്നു. അപ്പോൾ ജഡ ഉന്മത്ത പിശാചചര്യാം അധ, അദ്ദേഹം ജഡനെ പോലെ, മൂഢനെ പോലെ, വിഡ്ഢിയെപ്പോലെ, ഇത്രയും അറിവുള്ള ആളാണ്, പക്ഷേ ഒന്നും ഇല്ലാത്തവനെ പോലെ, ഭ്രാന്തൻ്റെ പോലെ, വേഷത്തിലോ ഒന്നും ശ്രദ്ധിക്കാതെ, ബധിരൻ്റെ പോലെ, മൂകൻ്റെ പോലെ, പിശാച് പോലെ വേഷം ഒക്കെ ഒട്ടും ശ്രദ്ധിക്കാതെ, മുടിയൊക്കെ ജട പിടിച്ചഴിച്ചിട്ട് അങ്ങനെയൊക്കെ അദ്ദേഹം നടന്നു. ഉക്ത്വാ സുദേഭ്യോധ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തിം അഥ ജഡോന്മത്ത പിശാചചര്യാം. അങ്ങനെ സ്വന്തം നാട്ടിലാണെങ്കിലല്ലേ ഏത് വേഷം കിട്ടിയാലും ഇത് രാജാവാണെന്ന് തിരിച്ചറിയുള്ളൂ. ഇദ്ദേഹം അവിടെ നിന്നൊക്കെ പോയി സകല ഭൂമി മുഴുവനും ചുറ്റാൻ തുടങ്ങി. കാണുന്ന ആൾക്കാരെ വെറും ഭ്രാന്തനാണ് എന്ന് കരുതി അദ്ദേഹത്തിനെ വളരെയധികം പീഡിപ്പിച്ചു നോക്കി. മേലും മലമൂത്രങ്ങൾ വിസർജിച്ചിട്ടും എറിഞ്ഞിട്ടും പൂഴി വാരിയിട്ടിട്ടും അങ്ങനെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വളരെയധികം വിഷമിച്ചിപ്പിച്ചിട്ടും ഇദ്ദേഹം അതൊന്നും തന്നെ ബാധിക്കുന്നതേയില്ല എന്ന പോലെ വികാരമൊന്നുമില്ലാതെ ആത്മാരാമനായിട്ട് എവിടെയാണോ എത്തണത്, എവിടെയാണോ കിടക്കാൻ തോന്നണത് അവിടെ കിടന്ന് ഭക്ഷണം കിട്ടിയാൽ കഴിക്കും. അങ്ങനെ അജഗരവൃത്തി, പെരുമ്പാമ്പിൻ്റെ പോലെ ജീവിച്ചു. അദ്ദേഹത്തിന് ധാരാളം യോഗസിദ്ധികൾ കൈവശമുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അദ്ദേഹം സ്വീകരിച്ചതേയില്ല. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചുറ്റി നടന്ന് ഒടുവിൽ കുടകാചലം എന്നാണ്. അപ്പോൾ കർണാടകത്തിലെത്തി. അവിടെ കാട്ടിൽ ഭയങ്കരമായ ഒരു കാട്ടുതീ വരികയും അതിൽപ്പെട്ട് അവിടുത്തെ ആ ദിവ്യമായ ദേഹം ഭസ്മമായി പോവുകയും ചെയ്തു. ഈ മഹാത്മാവിന് ജന്മം നൽകിയതുകൊണ്ട് പ്രിയവ്രതൻ്റെ വംശം ധന്യധന്യം തന്നെ എന്നും ഈ ഋഷഭദേവൻ്റെ ചരിത്രം പറയുന്നതും കേൾക്കുന്നതും പുണ്യമാണ് എന്നും ഭാഗവതത്തിൽ പറയുന്നു. നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ വിചചാര കൃത്സ്നാം മഹീം അഹീനാത്മരസാഭിലീന. പരാത്മഭൂത അഭി, അവിടെ നിന്ന് പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ, ഭഗവാന്റെ രൂപം ചേർന്ന് കഴിഞ്ഞു, ഭഗവാനുമായിട്ട് ചേർന്ന് കഴിഞ്ഞ ആളാണ്, ബ്രഹ്മം തന്നെ ആയി കഴിഞ്ഞ ആളാണ്. എന്നിട്ടും പരോപദേശം കുർവൻ, മറ്റുള്ളവർക്ക് കുറച്ച് ജ്ഞാനമുണ്ടാവട്ടെ, അവരുടെ ബുദ്ധി തെളിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ സത്സംഗങ്ങളൊക്കെ നടത്തി മക്കളെയും ഋഷിമാരെയും സാധാരണ മോക്ഷേച്ഛുക്കളായ ജനങ്ങളെയും ഒക്കെ വിവരം കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്തു. അവർക്കൊക്കെ ജ്ഞാനോപദേശം നൽകി. ഭവാൻ സർവനിരസ്യമാന, പക്ഷേ പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടാതെ വസ്ത്രത്തിലൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ നടന്നു പോയപ്പോൾ സർവനിരസ്യമാന, എല്ലാവരും അദ്ദേഹത്തിനെ നിരസിച്ചു, ഒഴിവാക്കി. ഒരു വൃത്തിയൊന്നും ഇല്ലാത്തതുപോലെ നടക്കുന്ന ആ ഋഷഭദേവനെ കണ്ട ആളുകൾ ഭ്രാന്തനാണ്, മൂഢനാണ് എന്നൊക്കെ വിചാരിച്ച് ഉപദ്രവിക്കാനും തുടങ്ങി. വികാരഹീനോ, അദ്ദേഹം പക്ഷേ ഒട്ടും ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്തില്ല. വികാരഹീനനായിട്ട് ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് വിചചാര, സഞ്ചരിച്ചു. കൃത്സ്നാം മഹീം, ഈ ഭൂമി മുഴുവനും അദ്ദേഹം നടന്നു. അഹീന ആത്മരസാഭിലീന, അഹീനം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ആ ജ്ഞാനം നേടിക്കഴിഞ്ഞു, ആത്മജ്ഞാനം. ആത്മരസ അഭിലീന, ആത്മാനന്ദത്തിൽ ഇങ്ങനെ ലയിച്ചുകൊണ്ട് ആത്മാരാമനായിട്ട് തൻ്റെ ശരീരത്തിനെ മറ്റുള്ളവർ അടിക്കുക, കല്ലെടുത്തെറിയ, എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, എനിക്ക് ആത്മാരാമനായി ഇങ്ങനെ നടക്കാനാണ്
ഇഷ്ടം എന്ന് വിചാരിച്ച് ഒരു വിഷമവും വികാരവും പുറത്തും അകത്തൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം നടന്നു ഭൂമി മുഴുവനും കൃത്സ്നം മഹീം എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവനായും വിചചാര സഞ്ചരിച്ചു. നമുക്ക് പരിചിതരായിട്ടുള്ള പല മഹാത്മാക്കളും ഇതുപോലെ അവർക്ക് വേണ്ടതായിട്ടുള്ള ജ്ഞാനം പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞിട്ടും അവരത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപദേശ രൂപേണ, പ്രഭാഷണ രൂപേണ, എഴുത്തുകൾ വഴി ഒക്കെ ഇങ്ങനെ പകർന്നു കൊടുത്തിട്ടുള്ളവരാണ്. വിവേകാനന്ദൻ, യോഗാനന്ദൻ, ചിന്മയാനന്ദൻ, ശ്രീശങ്കരാചാര്യർ, അങ്ങനെ എത്രയോ മഹാത്മാക്കൾ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെയും ഇത്രയും അറിവുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടാവുക. കുറേ ആളുകൾ അവിടെ തന്നെ ഹിമാലയ സാനുക്കളിൽ തന്നെ ഇരുന്ന് അവരുടെ തപസ് തുടരും. അതും ഈ ലോകം മുഴുവൻ സുഖം പകരാൻ തന്നെയാണ്. അവരവിടെ ഇരുന്ന് നര ഋഷിയും നാരായണ ഋഷിയും എന്നതുപോലെ അവരവിടെ ഇരുന്ന് ഭഗവാനെ ധ്യാനിച്ച് അങ്ങനെ ലോകത്തിന് മുഴുവനും ക്ഷേമം വരാൻ ആശംസിക്കുന്നത് കൊണ്ടാണ്, അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ മഴയും വെയിലും എല്ലാ വൃക്ഷങ്ങളും ഒക്കെ സസ്യപൂർണ്ണമാവണതും എല്ലാം അതുകൊണ്ടാണ്. നമുക്കൊക്കെ ഇങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയണതും അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു തരം. പിന്നെ ഇങ്ങനെ അവനവൻ നേടിയിട്ടുള്ള ജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് അന്ത്യ നിമിഷം വരെ ജീവിക്കുന്നത് മറ്റൊരു തരം. എല്ലാം നമ്മളുടെയൊക്കെ ഭാഗ്യം തന്നെ. ശ്ലോകം ഒന്നും കൂടി വായിക്കാം. പരാത്മഭൂതോപി പരോ